സലാ സാർ. जय गौ माता की दोस्तों. हाँ जय गोदामा जय गोदामा. ഓക്കെ എന്താ പ്രശ്നം? സാറേ, ഞാൻ ബാറ്ററി റീചാർജിങ് ആൻഡ് ആർമീച്ചർ വൈൻഡിങ് സുഗുണ ഇലക്ട്രിക്കൽസ് അവിടുന്ന് ഒരു ബാറ്ററി മോഷ്ടിച്ചോണ്ട് ഓടിപ്പോയി. അവനെ തപ്പി ഞാൻ പുറകെ ഓടുമായിരുന്നു. कुछ लोग समझते हैं कि गौमूत्र और गोबर का पान कैसे करें. പശുവിന്റെ തീട്ടവും മൂത്രവും എങ്ങനെ തിന്നാമെന്നാണ് ഇവിടെ നമുക്ക് സ്വാമി പഠിപ്പിച്ചു തരുന്നത്. ആള് ഇതുവഴി എങ്ങാനും വന്നോ? അറിഞ്ഞൂടാ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാ. സാർ എന്നെ ഒന്ന് സഹായിക്കണം. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? ഇന്നിനി സാധ്യമല്ല. लेकिन ये अमृत है. ഇതാണ് മക്കളെ അമൃത് അമൃത് എന്ന് പറയുന്നത്. ശ്രീനിവാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. इसका पान करेंगे आपको बड़ा अच्छा महसूस होगा. പശുവിന്റെ തീട്ടം തിന്നാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം തോന്നും. शरीर में भी अच्छा फायदे होंगे നിങ്ങളുടെ ശരീരത്തിൽ വളരെ വലിയ സംഭവമായിരിക്കും. और आपका मन भी सात्विक बनेगा. ചാണകം തിന്നുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സൊക്കെ വലിയ സാത്വികനെ പോലെയായിരിക്കും. മുടി കണ്ണിക്കുത്തിന് വെറൈറ്റി ആണ്. देखिए ये आपके सामने ये गोमय गोबर है. നോക്കൂ, നിങ്ങളുടെ മുമ്പിൽ കുറച്ച് ചാണകമാണ് ഇത്. दिख रहा है आपको? ये गौशाला में बैठा हूँ मैं और ये देखिए गोबर और ये आपके सामने मैं खा रहा हूँ. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇതിനെ വിഴുങ്ങാൻ പോവുകയാണ്. ഞാനിനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കൊച്ചു. इसको खाना कैसे है? आपको अच्छा सा चबाएं, उसका रस अंदर पिए. നന്നായി ചവച്ച ശേഷം ഇതിന്റെ സത്ത് നിങ്ങൾ അകത്തേക്ക് എടുക്കണം. या कहीं रस निकाल के कपड़े से भी आप पी सकते हैं, लेकिन ये मैं आपके सामने खा रहा हूँ. നോക്കൂ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. करीब 4 महीनों से तो मैं प्रतिदिन कर रहा हूँ. ये 4 മാസമായിട്ട് ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസമായിരിക്കും അല്ലേ? देखिए എവനെന്ത് പറ്റി? അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങൾ. തലേ ദിവസം പശു കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരു ഉണ്ടായിരുന്നു, അതാണ് ഞാൻ തുപ്പിയത്. ये इस प्रकार से अब रस इसका निचोड़ के जो बचे वो वापिस आप बाहर निकाल सकते हैं. ये देखिए ചാണകം കിട്ടിയില്ലെങ്കിൽ സ്വന്തം തീട്ടം തന്നെ തിന്നാവുന്നതാണ് എന്നാണ് ഗുരുജി പറയുന്നത്. क्या आनंद आ रहा है. जय गौ माता की. ആഹാ, എന്തൊരു ആനന്ദമാണ് വരുന്നത്. ഗോതാമ ജയ്. അവസരി വൈകിട്ടാണോ? ഓക്കെ, ശരി, കാണാം.